കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാ പുഷ്പം പോലെ ഹൃദയം. കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാ പുഷ്പം പോലെ ഹൃദയം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുഷ്പവർഷത്തിൻ്റെ 90 ദിനങ്ങൾ ലിസ്യുവിലെ വിശുദ്ധ ചെറുപുഷ്പത്തോടൊപ്പം നമ്മൾ നടത്തുന്ന ആത്മീയ തീർത്ഥയാത്രയുടെ 47ാമത്തെ ദിവസമാണിന്ന്. ഇന്ന് നമ്മൾ കാണുക കുടുംബത്തെക്കുറിച്ചാണ്, ഫാമിലി. കൊച്ചുത്രേസ്യയുടെ ഈ കുടുംബത്തെക്കുറിച്ചുള്ള ദർശനങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവളെ സ്വാധീനിച്ചിട്ടുള്ളവരിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് അവളെ സ്വാധീനിച്ചത് ആവിലായിലെ വിശുദ്ധ തെരേസയാണ്. സ്നേഹത്തിൻ്റെയും കുടുംബ ബന്ധങ്ങളുടെയും പ്രാധാന്യത്തെക്കുറിച്ചുള്ള അമ്മ തെരേസയുടെ ടീച്ചിങ്സ് കുടുംബ ബന്ധങ്ങളെക്കുറിച്ചുള്ള കൊച്ചുത്രേസ്യയുടെ ധാരണയെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസ് ആണ്. ബന്ധങ്ങളിലെ മാന്യതയ്ക്കും ദയയ്ക്കും അദ്ദേഹം നൽകിയ ഊന്നൽ കുടുംബജീവിതത്തോടുള്ള കൊച്ചുത്രേസ്യയുടെ സമീപനവുമായി പ്രതിധ്വനിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. മൂന്നാമതായിട്ട് പൗലോസ്ലീഹയാണ്. അദ്ദേഹം എഫെസസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരമാണ് തുടങ്ങുക: കുട്ടികളെ, കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ, അത് ന്യായയുക്തമാണ്. ഈ വാക്യം കുടുംബത്തിനുള്ളിലെ ബഹുമാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രാധാന്യത്തെ ഊന്നി പറയുന്നുണ്ട്. വീണ്ടും പൗലോസ്ലീഹ തിമോഥെയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം: ഒരുവന് തൻ്റെ സ്വന്തക്കാരുടെയും പ്രത്യേകിച്ച് തൻ്റെ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ അവൻ വിശ്വാസം ത്യജിച്ചവനും അവിശ്വാസിയേക്കാൾ ഹീനനുമാണ്. പരസ്പരം പരിപാലിക്കാനുള്ള കുടുംബാംഗങ്ങളുടെ ഉത്തരവാദിത്വത്തെ ഈ വാക്യം എടുത്തു കാണിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, കൊച്ചുത്രേസ്യയുടെ ഈ കുടുംബത്തെക്കുറിച്ചുള്ള ഈ ദർശനം അതിനൊരു 5 തലങ്ങളായിട്ട് തരംതിരിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുക. ഒന്നാമതായിട്ട് ലവ് ആസ് ദ ഫൗണ്ടേഷൻ, സ്നേഹമാണ് കുടുംബത്തിൻ്റെ അടിസ്ഥാനം. രണ്ടാമതായിട്ട് ദ റോൾ ഓഫ് ഫൊർഗീവ്നെസ്, ക്ഷമയുടെ റോള്. മൂന്നാമതായിട്ട് സപ്പോർട്ട് ആൻഡ് എൻകറേജ്മെൻറ്റ്, സപ്പോർട്ടും അതുപോലെ പ്രോത്സാഹനവും. നാലാമതായിട്ട് ലിവിങ് ഫെയ്ത്ത് ടുഗദർ, വിശ്വാസത്തെ ഒന്നു ചേർന്ന് ജീവിക്കുക. അഞ്ചാമതായിട്ട് ചൈൽഡ് ലൈക്ക് ട്രസ്റ്റ് ആൻഡ് സിംപ്ലിസിറ്റി, ശിശുസഹജമായ ഉറച്ച വിശ്വാസവും ലാളിത്യവും. സ്നേഹമുള്ളവരെ, ഈ 5 തലങ്ങളിലേക്ക് നമുക്ക് ആഴത്തിലൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് ലവ് ആസ് ദ ഫൗണ്ടേഷൻ. ഓരോ അംഗവും ദൈവസ്നേഹത്തെ പ്രതിഫലിപ്പിക്കുന്ന കുടുംബത്തിൻ്റെ ആണിക്കല്ല് സ്നേഹമാണെന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യ വിശ്വസിച്ചിരുന്നു. ഓരോ അംഗവും ദൈവസ്നേഹത്തെ പ്രതിഫലിപ്പിക്കുന്ന കുടുംബജീവിതത്തിൻ്റെ ആണിക്കല്ല് സ്നേഹമാണെന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യ വിശ്വസിച്ചിരുന്നു. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ കുറിക്കുന്നു: സ്നേഹത്തിന് മാത്രമേ നമ്മുടെ ഹൃദയങ്ങൾ നിറയ്ക്കുവാനും ഒരു കുടുംബമായി നമ്മളെ ഒന്നിപ്പിക്കുവാനും കഴിയൂ. അപ്പോൾ സ്നേഹത്തിൽ കുടുംബങ്ങൾ ചേർന്ന് നിൽക്കുന്നതിനെക്കുറിച്ച്, വളരുന്നതിനെക്കുറിച്ചാണ് പുണ്യവതി പറയുക. അവളുടെ അന്തിമ വചസ്സുകൾ ഇങ്ങനെ പറയുന്നു: നമ്മുടെ കുടുംബത്തിൽ നമ്മൾ സംസാരിച്ച ഭാഷ സ്നേഹമായിരുന്നു. അവൾ പറയുകയാണ് അവളുടെ സഹോദരിമാരോട്, നമ്മുടെ കുടുംബത്തിൽ നമ്മൾക്ക് ഉണ്ടായിരുന്ന ഒരേ ഒരു ഭാഷ സ്നേഹമായിരുന്നു. ആ കുടുംബത്തിൽ എത്രമാത്രം സ്നേഹം നിറഞ്ഞിരുന്നു എന്നാണ് പുണ്യവതി പറയുക. രണ്ടാമത്തെ തലമെന്ന് പറയുക ദ റോൾ ഓഫ് ഫൊർഗീവ്നെസ്. കലഹങ്ങൾ സ്വാഭാവികമാണെന്നും എന്നാൽ സ്നേഹത്തിലൂടെ സുഖപ്പെടുത്താൻ കഴിയുമെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് കുടുംബങ്ങൾക്കുള്ളിൽ ക്ഷമയുടെ ആവശ്യകത വിശുദ്ധ കൊച്ചുത്രേസ്യ ഊന്നി പറയുന്നുണ്ട്. അവളുടെ ആത്മകഥയിൽ പറയുന്നു, ക്ഷമ അനിവാര്യമാണ്, അത് നമ്മുടെ കുടുംബത്തെ ഐക്യപ്പെടുത്തുന്നു. അപ്പോൾ കുടുംബത്തിൽ ക്ഷമ വളരുമ്പോൾ അത് കുടുംബത്തെ ഐക്യത്തിൽ കാത്തു സൂക്ഷിക്കും, അത് അനിവാര്യമാണെന്നാണ് പുണ്യവതി പറയുക. വീണ്ടും അവളുടെ ആത്മകഥയിൽ കുറിക്കുന്നു, ഒരുമിച്ച് ക്ഷമിക്കുന്ന ഒരു കുടുംബം ഒരുമിച്ച് വളരുന്നു. പരസ്പരം ക്ഷമിക്കാൻ തയ്യാറാവുകയാണ്, ആ കുടുംബം ഒന്നിച്ചു വളരുന്നു. നോക്കിക്കേ, ക്ഷമയുടെ പ്രാധാന്യം കുടുംബത്തിൽ എത്രത്തോളമാണെന്ന് പുണ്യവതി പറയുന്നതെന്ന്. ഇനി മൂന്നാമത്തെ തലം എന്ന് പറയുക സപ്പോർട്ട് ആൻഡ് എൻകറേജ്മെൻറ്റ്. പ്രോത്സാഹനം
വളർച്ചയും സന്തോഷവും വളർത്തുമെന്ന് വിശ്വസിച്ച് കുടുംബാംഗങ്ങൾക്കിടയിൽ പരസ്പര പിന്തുണ വേണമെന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യ സമർത്ഥിക്കുന്നുണ്ട്. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ കുറിക്കുന്നു: ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ എപ്പോഴും പരസ്പരം വളരാൻ പ്രോത്സാഹിപ്പിച്ചു. അവളുടെ കുടുംബത്തിലേക്ക് നോക്കിയിട്ടാണ് പറയുക, എപ്പോഴും ഞങ്ങൾ പരസ്പരം പ്രോത്സാഹിപ്പിച്ചിരുന്നു. അവളുടെ ആത്മകഥയിൽ വീണ്ടും കുറിക്കുന്നുണ്ട്: ദയുള്ള ഒരു വാക്കിന് ആവശ്യമുള്ള ഒരു കുടുംബാംഗത്തെ ഉയർത്തുവാൻ കഴിയും. അപ്പോൾ ദയുള്ള ഒരു വാക്ക്, അതായത് ദയ നിറഞ്ഞ വാക്ക്, ചിലപ്പോൾ ഒരു കുടുംബത്തിൻ്റെ വ്യക്തി അത് പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടാവും. ആ വ്യക്തിക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ ആ വ്യക്തിയെ ഇത് ഉയർത്തുമെന്ന്. അപ്പോൾ കരുണയുടെ വാക്കുകൾ പോലും കുടുംബത്തിലെ പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് പുണ്യവതി പറഞ്ഞു വയ്ക്കുകയാണ്. നാലാമത്തെ തലം എന്ന് പറയുക ലിവിങ് ഫെയ്ത്ത് ടുഗദർ. ഒരു കുടുംബം എന്ന നിലയിൽ വിശ്വാസം അനുഷ്ഠിക്കേണ്ടതിൻ്റെയും ആത്മീയ വളർച്ചയും ഐക്യവും പരിപോഷിപ്പിക്കേണ്ടതിൻ്റെയും പ്രാധാന്യം വിശുദ്ധ കൊച്ചുത്രേസ്യ ഊന്നി പറയുന്നുണ്ട്. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ കുറിക്കുന്നു: ഒരു കുടുംബം എന്ന നിലയിൽ വിശ്വാസം അനുഷ്ഠിക്കുന്നത് നമ്മെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുന്നു. അപ്പോൾ അവർ ഒന്നു ചേർന്ന് വിശ്വാസത്തിൽ വളരുന്നത് ഒറ്റക്കെട്ടായിട്ട് ദൈവത്തിലേക്ക് വളരുവാൻ അവരെ സഹായിക്കുമെന്നാണ് പുണ്യവതി പറയുക. അവളുടെ സഹോദരി സെലിൻ എഴുതിയ ഒരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു: നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ നമ്മെ സ്നേഹത്തിലും ലക്ഷ്യത്തിലും ഒന്നിപ്പിക്കുന്നു. അവളുടെ പഴയ കാലങ്ങളിലേക്ക് നോക്കിക്കൊണ്ടാണ് അവൾ പറയുക, ആ കുടുംബത്തിലെ പ്രാർത്ഥന അത്രത്തോളം അവളെ വളർത്തിയിരുന്നു. ഇനി അഞ്ചാമത്തെ തലം എന്ന് പറയുക ചൈൽഡ് ലൈക്ക് ട്രസ്റ്റ് ആൻഡ് സിംപ്ലിസിറ്റി. ബന്ധങ്ങളിൽ വിശ്വാസവും ലാളിത്യവും സന്തോഷവും നിലനിൽക്കുന്ന ശിശുസമാനമായ ഒരു അരൂപിയെ കുടുംബത്തിനുള്ളിൽ കൊച്ചുത്രേസ്യ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ കുറിക്കുന്നു: ഒരു ശിശുവിൻ്റെ അടിയുറച്ച വിശ്വാസം നമ്മുടെ കുടുംബജീവിതത്തെ സമ്പന്നമാക്കാൻ കഴിയുന്ന ഒരു സമ്മാനമാണ്. അപ്പോൾ ഒരു ശിശുവിനെ പോലെ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് കുടുംബജീവിതത്തെ നന്നായിട്ട് വളർത്തുക. അത് കുടുംബത്തിനുള്ളൊരു സമ്മാനമാണെന്ന് പറയുക, കുടുംബത്തിലെ അംഗങ്ങളുടെ ഈ അടിയുറച്ച വിശ്വാസങ്ങൾ. അവളുടെ ഒരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു: ലാളിത്യം നമ്മുടെ കുടുംബത്തിൽ സ്നേഹം വളരുവാനായിട്ട് അനുവദിക്കുന്നു. കടിച്ചു കയറുന്ന പ്രകൃതം അല്ലെങ്കിൽ വലിപ്പം നോക്കുന്ന പ്രകൃതം അതെല്ലാം വിട്ടുകളഞ്ഞിട്ട് സ്നേഹത്തോടു കൂടി ഇടപഴകുവാനായിട്ട്, ലാളിത്യത്തോടു കൂടി എളിമയോടുകൂടി ഇടപഴകുവാനായിട്ട് കുടുംബാംഗങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ സ്നേഹം ഏറെ വളരുമെന്നാണ് പുണ്യവതി പറഞ്ഞു വയ്ക്കുക. സ്നേഹമുള്ളവരെ, പുണ്യവതിയുടെ കുടുംബത്തെക്കുറിച്ചുള്ള ദർശനങ്ങളാണ് നമ്മൾ കണ്ടത്. ഇനി ഇതെങ്ങനെയാണ് ആത്മീയ തലങ്ങളെയും മനഃശാസ്ത്ര തലങ്ങളെയും സാമൂഹ്യ തലങ്ങളെയും സ്വാധീനിച്ചിട്ടുള്ളതെന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് ആധ്യാത്മിക തലം. കുടുംബത്തെക്കുറിച്ചുള്ള വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ധാരണ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും പ്രാധാന്യത്തെ ഊന്നി പറയുന്നുണ്ട്. അവരുടെ ഇടപെടലുകളിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം പ്രതിഫലിപ്പിക്കുവാൻ കുടുംബങ്ങളെ ഇത് ഏറെ പ്രോത്സാഹിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് മനഃശാസ്ത്രപരമായ തലം. അവളുടെ ഉൾക്കാഴ്ചകൾ കുടുംബത്തിൻ്റെ ആരോഗ്യകരമായ വികസനത്തിന് കുടുംബങ്ങൾക്കുള്ളിൽ വൈകാരിക പിന്തുണ, ക്ഷമ, ആശയവിനിമയം എന്നിവയുടെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്ന ആധുനിക മനഃശാസ്ത്ര തത്വങ്ങളുമായിട്ട് ഏറെ പൊരുത്തപ്പെട്ടു പോകുന്നു. മൂന്നാമതായിട്ട് സാമൂഹ്യ തലം. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ സന്ദേശം കുടുംബങ്ങൾക്കുള്ളിൽ അനുകമ്പയുടെയും ധാരണയുടെയും സംസ്കാരം വളർത്തുന്നു. സാമൂഹ്യ ക്ഷേമത്തിന് ശക്തമായ കുടുംബ യൂണിറ്റുകൾ ആവശ്യമാണെന്ന് ഇത് എടുത്തു കാണിക്കുന്നു. സ്നേഹമുള്ളവരെ, പുണ്യവതിയുടെ കുടുംബ ദർശനമാണ് നമ്മൾ കണ്ടത്. ഈ ഒരു അവസരത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാം. ഏതാനും ചോദ്യങ്ങൾ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. ഒന്നാമതായിട്ട്, എൻ്റെ കുടുംബ ബന്ധങ്ങളിൽ എനിക്ക് എങ്ങനെയാണ് സ്നേഹവും ക്ഷമയും ഒക്കെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുക? രണ്ടാമതായി, എൻ്റെ ബന്ധങ്ങൾ ദൃഢമാക്കാൻ എൻ്റെ കുടുംബത്തിൽ ഏതെല്ലാം വിധങ്ങളിലാണ് ഒരുമിച്ച് എനിക്ക് വിശ്വാസം പ്രഘോഷിക്കുവാനായിട്ട് സാധിക്കുക? മൂന്നാമതായിട്ട്, എൻ്റെ കുടുംബത്തിനുള്ളിൽ എനിക്കെങ്ങനെ പിന്തുണയുടെയും പ്രോത്സാഹനത്തിൻ്റെയും അന്തരീക്ഷം സൃഷ്ടിക്കുവാനായിട്ട് സാധിക്കും? നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. എല്ലായിടത്തും നല്ല കുടുംബങ്ങൾ, നല്ല കുടുംബാന്തരീക്ഷങ്ങൾ രൂപപ്പെടട്ടെ. ഈ നിമിഷം നമുക്ക് ഒന്നു ചേർന്ന് പുണ്യവതിയോട് പ്രാർത്ഥിക്കാം. ഇഹലോക ജീവിതത്തിൽ മാലായിക്കടുത്ത പരിശുദ്ധിയുടെയും ആധ്യാത്മിക ശിശുത്വത്തിൻ്റെയും ദൈവത്തിരുവനസുള്ള പൂർണ്ണമായ കയ്യാൾപ്പിൻ്റെയും ദർപ്പണമായ വിശുദ്ധ കൊച്ചുത്രേസ്യയെ ഞങ്ങളെ നീ ദയോടെ തൃക്കൺ പാർക്കണമേ. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നിന്നെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു.
ഞങ്ങളുടെ അരിഷ്ടതകളെല്ലാം നിൻ്റേതായി നീ സ്വീകരിക്കണമേ. നിൻ്റെ ആയുസിൻ്റെ ആരംഭദശയിൽ തന്നെ സ്വർഗരാജ്ഞി അമലോത്ഭകന്യ വാത്സല്യത്തോടെ നിന്നെ കടാക്ഷിക്കുകയും നീ അവിടുത്തെ വത്സല ശിശുവായി തീരുകയും ചെയ്തുവല്ലോ. ആ മാതാവിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥം മൂലം ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ നന്മകളും, പ്രത്യേകിച്ച് പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ നിമിഷം ചേർത്ത് വയ്ക്കാം. ഒന്നാമതായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ കുടുംബങ്ങൾ സ്നേഹത്തിൻ്റെ, പങ്കുവയ്പ്പിൻ്റെ, പ്രോത്സാഹനത്തിൻ്റെ തലങ്ങളിലേക്ക് ഉയർത്തണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. ഒപ്പം നമുക്ക് നമ്മുടെ വിവിധങ്ങളായ നിയോഗങ്ങളെ ഈ നിമിഷം ചേർത്ത് വയ്ക്കാം. ഈ അനുഗ്രഹങ്ങളും ഒരു നല്ല മരണവും സിദ്ധിക്കുന്നതിന് നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. പുണ്യവതിയുടെ തിരുശേഷിപ്പ് കൊണ്ടുള്ള ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങിയാണ്. നമുക്ക് കണ്ണുകളടച്ച് കരങ്ങളെ ചേർത്ത് പിടിച്ച് ശിരസ് നമിക്കാം. നല്ലവനായ കർത്താവേ, നിന്റെ ഇഷ്ടദാസിയായ ലിസിയിലെ ചെറുപുഷ്പത്തെ ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അവളുടെ കുടുംബം ഒരു തിരുക്കുടുംബം പോലെ എത്രയോ മനോഹരമായിരുന്നു. ആ കുടുംബത്തെ നീ എത്രമാത്രം അനുഗ്രഹിച്ചത് ഈശോയെ. അതുപോലെ എല്ലാ കുടുംബങ്ങളെയും നീ അനുഗ്രഹിക്കണമേ. കുടുംബങ്ങൾ നസ്രത്തിലെ തിരുക്കുടുംബത്തിൻ്റെ തനി പതിപ്പാക്കി മാറ്റണമേ. ഞങ്ങൾക്കേറെ പ്രിയപ്പെട്ട ഞങ്ങളുടെ കൊച്ചുറാണി ഞങ്ങളുടെ കുടുംബങ്ങളിൽ യഥാർത്ഥമായ സ്നേഹത്തിൻ്റെ, ക്ഷമയുടെ, അനുകമ്പയുടെ, പ്രോത്സാഹനത്തിൻ്റെ ഒരു നല്ല അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ, ചുറ്റുപാടും ഈ പ്രകാശം വിതറുവാനായിട്ട് പുണ്യവതി ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ ഈശോയോട് നീ പ്രാർത്ഥിക്കണമേ, മധ്യസ്ഥം വഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പുഷ്പവർഷവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.